മങ്കൂസ് മൗലിദിലുള്ള ഉള്ളടക്കത്തെക്കുറിച്ചാണ്. പക്ഷെ ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ മൗലിദിന് മങ്കൂസ് എന്ന പേര് പറയാനുള്ള കാരണം എന്താണ്? ചില കഥയില്ലാത്തവരും വിവരമില്ലാത്തവരും ഈ മൗലിദിന്റെ പേര് പോലും ശരിയായ രൂപത്തിൽ പഠിക്കാതെ, മനസ്സിലാക്കാതെ, ഉൾക്കൊള്ളാതെ മങ്കൂസ് എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിഞ്ഞത്, അതുപോലെ തന്നെ തല കുത്തിമറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചില ആളുകൾ അർത്ഥം വെച്ചിട്ടുണ്ട്. എന്നാൽ മങ്കൂസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ചുരുക്കപ്പെട്ടത്, സംക്ഷിപ്തമാക്കപ്പെട്ടത് എന്നൊക്കെയാണ്. അതായത് വലിയ വലിയ മൗലിദുകളിൽ നിന്നും, മൗലിദ് കിതാബുകളിൽ നിന്നും ചുരുക്കി എടുത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്നതുകൊണ്ടാണ് ഈ മൗലിദിന് ഇപ്രകാരം പേര് പറയപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രമെടുത്ത് പരതിയാൽ, കഴിഞ്ഞകാല നൂറ്റാണ്ടുകളെടുത്ത് പരതിയാൽ മൗലിദ് കിതാബുകൾ പൂർവിക പണ്ഡിതന്മാർ ഒരുപാട് രചിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഈ രംഗത്ത് ഏറെ വിശ്രുതമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റഹീമുൽ ഇറാഖി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇമാം ഹാഫിദ് സഖാവി റഹിമഹുല്ലാഹ്, ഹാഫിദ് മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ്, ഹാഫിദ് വജീഹുദ്ദീൻ ഷൈബാനി റഹിമഹുല്ലാഹ് തുടങ്ങിയ ഒട്ടനേകം ആളുകൾ മൗലിദുകൾ രചിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട അല്ലാമ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ജസ്രി റളിയല്ലാഹു അൻഹു രചിച്ച തഅരീഖു ഫിൽ മൗലിദ് ശരീഫ് എന്ന മൗലിദ് ഏറെ വിശ്രുതമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖത്താബ് ഇബീൻ ജഹയ്യ അൽ ഹാഫിദ് മഹാനവറുകളെ രചിച്ച തൻവീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ എന്ന ഗ്രന്ഥം മൗലിദുകളുടെ കൂട്ടത്തിൽ ഏറെ ആധികാരികവും പ്രാമാണികവും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് നാസിറുദ്ദീൻ ദിമശ്കി രചിച്ച വുറൂദ് സാദി ഫി മൗലിദിൽ ഹാദി, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു രചിച്ച ഉർഫു താരീഖ് ഫിൽ മൗലിദ് ശരീഫ്, അതുപോലെ ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തന്നെ രചിച്ചിട്ടുള്ള മൗലിദുൽ അറൂസ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ദർദീദി റഹിമഹുല്ലാഹു രചിച്ചിട്ടുള്ള മൗലിദ്, അതുപോലെ തന്നെ ഇമാം നൂറുദ്ദീനുൽ ഹൽബി രചിച്ച അൽ ഫജ്റുൽ മുനീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ഈ വിഷയകമായി രചിച്ചിട്ടുള്ള നിഅമത്തുൽ കുബ്ര അലൽ ആലം, അതുപോലെ അൽ മൗലിദുൽ ബർസഞ്ചി തുടങ്ങി ഒട്ടേറെ മൗലിദുകൾ പൂർവകാലങ്ങളിൽ പണ്ഡിതന്മാരും ഹാഫിദുകളുമായിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ രചിക്കുകയും സമൂഹം അതൊക്കെ നിരന്തരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രം പരതിയായി നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ മൗലിദുകളിൽ നിന്നെല്ലാം കൂടി ചുരുക്കിയത് കൊണ്ടാണ് ഇതിന് മങ്കൂസ് മൗലിദ് എന്ന് പേര് പറയപ്പെടുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ ചില പ്രത്യേക മൗലിദുകളിൽ നിന്ന് മാത്രം ചുരുക്കിയെടുത്തതാണ് മങ്കൂസ് മൗലിദ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മറ്റു വലിയ മൗലിദുകളിൽ നിന്ന് ചുരുക്കപ്പെട്ടതായത് കൊണ്ടാണ് ഇതിന് മങ്കൂസ് എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പ്രവൃത്തി തിരികൊളുത്തിയ മഹാവ്യക്തിത്വം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു എന്ന അൽ മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി. അൽ മഖ്ദൂമുൽ കബീർ ഹിജ്റ 928 വഫാത്തായ മഹാപണ്ഡിതൻ. ഏകദേശം 500 വർഷം മുമ്പ് ജീവിച്ച വഫാത്തായിട്ടുള്ള ആ മഹാപണ്ഡിതനാണ് കേരളീയ മുസ്ലിമീങ്ങൾ ചൊല്ലാനായി ഇങ്ങനെ ഒരു മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് പൂർവീകരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മങ്കൂസ് മൗലിദ്
ഉണ്ടാക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലവും സാഹചര്യവും ഉള്ളതായി പൂർവികർ പഠിപ്പിച്ചത് കാണാം. എന്തായിരുന്നു അത്? പൊന്നാനിയിലും പരിസരങ്ങളിലും ആകെ പടർന്നു പിടിച്ച മാരകമായ ഒരു രോഗം കോളറയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും വലിയ ഒരു രോഗം അവിടെയുള്ള ആളുകൾക്ക് പിടിപെട്ടപ്പോൾ ആ രോഗശമനത്തിനായി ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആത്മീയ ചികിത്സയാണ് മങ്കൂസ് മൗലിദ് എന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങളും മദ്ഹുകളും പറഞ്ഞു പാടി പുകഴ്ത്തി ഗദ്യമായും പദ്യമായും പാടി പുകഴ്ത്തുന്ന പ്രവണത, ഇതാണ് മൗലിദ്. ഇത് മുഖേന രോഗങ്ങൾക്കും അതുപോലെ മഹാമാരികൾക്കും വിഷമാവസ്ഥകൾക്കുമൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് പൂർവീക പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് പഠിച്ചു മനസ്സിലാക്കിയ ആദിത്വമായതുകൊണ്ട് തന്നെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങൾ അവിടെയുള്ള മുസ്ലിമീങ്ങളോട് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ജനങ്ങളത് പാരായണം ചെയ്ത് ആത്മീയമായി പുരോഗതി നേടുകയും ഭൗതികമായി അവരുടെ ശാരീരികമായ രോഗങ്ങൾ അവർക്കുണ്ടായ വിപത്തുകളിൽ നിന്ന് സുരക്ഷ നേടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ഒരു ആത്മീയ ചികിത്സ എന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങൾ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ചില ആളുകൾ പറയും, ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ആശുപത്രികൾ, ഹോസ്പിറ്റലുകൾ സുലഭമാണ്, പിന്നെ ഇത്തരം ആത്മീയ ചികിത്സകരുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ പുച്ഛിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. വലിയ വങ്കത്വമെന്നല്ലാതെ എന്തു പറയാൻ? ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടി എന്നതുകൊണ്ട് ആത്മീയതയെ നിരാകരിക്കുക എന്നത് അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. അല്ലെങ്കിലും നാം ചിന്തിച്ചു നോക്കുക, ഭൗതിക ചികിത്സയും ഹോസ്പിറ്റലുകളും ഒക്കെ വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ പോലും ആത്മീയ ചികിത്സകൾക്ക് പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മങ്കൂസ് മൗലിദ് ഉൾപ്പെടെയുള്ള മൗലിദുകളെ വിമർശിച്ചിരുന്ന ആളുകൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ജിന്ന്, പിശാച് ചികിത്സയും അത് സംബന്ധമായ വിശ്വാസവും ഒക്കെ അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഇത്തരം ജിന്ന് ചികിത്സാലയങ്ങൾ വരെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഈ ആളുകൾ പിന്നെ മങ്കൂസ് മൗലിദിനെ മാത്രം എന്തിന് വിമർശിക്കുന്നു എന്നാണ് നമുക്ക് ചോദിക്കാൻ. അവരും ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മങ്കൂസ് മൗലിദ് എന്ന ആത്മീയ ചികിത്സയെ നിരാകരിക്കുകയോ അത് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടുന്ന ഒരു കാര്യവുമില്ല. അത് ഇപ്പോഴും പ്രവാചകരുടെ അവതാരങ്ങൾ വാഴ്ത്തപ്പെടുന്ന മഹത്തായ ഒരു മൗലിദായി നിലനിൽക്കുന്നു. അത് ആചരിക്കുന്നു, അത് ചൊല്ലിപ്പറയുന്നു. അതിന്റെ ഫലം അത് ചെയ്യുന്നവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മൗലിദിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മൗലിദിന്റെ ഉള്ളടക്കം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനമാണ് മങ്കൂസ് മൗലിദിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങളാണ്. ജനനം മുതൽ, റസൂലുള്ളാഹി തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരുന്ന അവസ്ഥ മുതൽ, റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി തങ്ങൾ ആലമുൽ അർവാഹിലായിരുന്ന ആ കാലഘട്ടം മുതൽ മാതാപിതാക്കളുടെ മുതുകിലൂടെ, ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ആ രംഗവും അവിടുന്ന് വളർന്നു വലുതാകുന്ന അവസ്ഥകളും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും, ഇതാണ് മങ്കൂസ് മൗലിദിലെ പ്രതിപാദനം.